ആറ്റിങ്ങൽ ഇരട്ടക്കൊലക്കേസിൽ ഒന്നാം പ്രതി നിനോ മാത്യുവിന് വധശിക്ഷ, രണ്ടാം പ്രതി അനുശാന്തിക്ക് ഇരട്ട ജീവപര്യന്തം, 2 പ്രതികൾക്കും 50 ലക്ഷം രൂപ വീതം പിഴയും അടയ്ക്കണം. തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത്. സ്വന്തം കുഞ്ഞിനേക്കാൾ പ്രായം കുറഞ്ഞ കുട്ടിയെ ക്രൂരമായി കൊന്ന കേസ് അപൂർവങ്ങളിൽ അപൂർവമെന്നും ഭർത്തൃമാതാവിനെയും 3.5 വയസ്സുള്ള സ്വന്തം കുഞ്ഞിനെയും ക്രൂരമായി കൊന്ന അനുശാന്തി മാതൃത്വത്തിന് തന്നെ അപമാനമാണെന്നും കോടതി വിലയിരുത്തി. വിവരങ്ങളുമായി ന്യൂസ് റൂമിൽ നിന്ന് സുനിൽ അരുമാനൂർ ചേരുന്നു. സുനിൽ, ശിക്ഷ വിധിച്ചുകൊണ്ട് കോടതി എന്തൊക്കെ നിരീക്ഷണങ്ങളാണ് നടത്തിയത്? അരുൺ, ആറ്റിങ്ങൽ ഇരട്ടക്കൊലപാതക കേസിൽ ഇന്ന് തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി ഷെർസി വിധി പറയുമ്പോൾ ഈ 2 കുറ്റവാളികളും നടത്തിയ കുറ്റത്തിന്റെ ക്രൂരതയെക്കുറിച്ച് പരാമർശിച്ച ശേഷമാണ് വിധി പ്രസ്താവത്തിലേക്ക് കടന്നത്. ക്രൂരമായ കൊലപാതകം, മൃഗീയമായ കൊലപാതകം, കാമപൂർത്തീകരണത്തിന് വേണ്ടി നടത്തിയ കൊലപാതകം എന്നിങ്ങനെ വിശേഷിപ്പിച്ചുകൊണ്ടാണ് ഈ കേസിലെ ഒന്നാം പ്രതി നിനോ മാത്യുവിനുള്ള ശിക്ഷ കോടതി വിധിച്ചത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ക്രൂരമായ കൊലപാതകം ചെയ്ത തന്റെ കുഞ്ഞിനേക്കാൾ പ്രായം കുറഞ്ഞ കുഞ്ഞിനെ ക്രൂരമായി കൊലപ്പെടുത്തിയ ആ കുഞ്ഞിന്റെ ഭാവിയെ തന്നെ നുള്ളിക്കളഞ്ഞ, അവന്റെ ബാല്യത്തെ തന്നെ നുള്ളിക്കളഞ്ഞ ക്രൂരമായ കൊലപാതകയ്ക്ക് വധശിക്ഷയിൽ കുറഞ്ഞ മറ്റൊരു ശിക്ഷ വിധിക്കാനില്ല എന്നായിരുന്നു വിധി പ്രസ്താവത്തിന്റെ ആദ്യ വരികൾ. അതിനുശേഷം ഓരോ വകുപ്പ് തിരിച്ചുള്ള ശിക്ഷകളും നിനോ മാത്യുവിന് വിധിക്കുകയുണ്ടായി. വധശിക്ഷയും ഒപ്പം 63 ലക്ഷം രൂപയാണ് നഷ്ടപരിഹാര തുകയായി വിധിച്ചിട്ടുള്ളത്, പിഴ ഈടാക്കാനായി വിധിച്ചിട്ടുള്ളത്. ആദ്യം 50 ലക്ഷം രൂപ, അതിനുശേഷം മോഷണശ്രമം ഉൾപ്പെടെയുള്ള നഷ്ടം ഉണ്ടായിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ 13 ലക്ഷം രൂപ, അങ്ങനെ 63 ലക്ഷം രൂപയാണ് പിഴയായി നിനോ മാത്യുവിൽ നിന്ന് ഈടാക്കണമെന്ന് പറഞ്ഞത്. കൊലപാതകം, കൊലപാതക ശ്രമം, മോഷണ ശ്രമം, IT ആക്ട് എന്നിങ്ങനെയാണ് ഇവരുടെ ശിക്ഷ വകുപ്പ് തിരിച്ച് വിധിച്ച് ഓരോ ശിക്ഷയ്ക്കും തടവ് ശിക്ഷയോടൊപ്പം തന്നെ പിഴ ശിക്ഷയും കോടതി വിധിച്ചത്. അതിനുശേഷമാണ് അനുശാന്തി, രണ്ടാം പ്രതി, കേസിലെ രണ്ടാം പ്രതിയായ ലിജേഷിന്റെ ഭർത്താവായ അനുശാന്തി കാമപൂർത്തീകരണത്തിന് വേണ്ടി തന്നെയാണ് ഈ കൊലപാതകത്തിന് കൂട്ടുനിന്നത്. സ്വന്തം മകളെ ക്രൂരമായി കൊലപ്പെടുത്തുന്നതിന് വേണ്ടി ആസൂത്രണം നടത്തുകയും അതിൽ തന്നെ പങ്കെടുക്കുകയും ചെയ്ത അനുശാന്തി മാതൃത്വത്തിന് തന്നെ അപമാനം എന്നാണ് കോടതി പറഞ്ഞത്. പിന്നെ സ്ത്രീത്വം എന്നുള്ള, അല്ലെങ്കിൽ സ്ത്രീ എന്നുള്ള ഒരു പരിഗണന നൽകുന്നു. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം തന്നെ ശിക്ഷ കുറ്റക്കാരാണെന്ന് കണ്ടെത്തി കോടതി പറഞ്ഞ സമയത്ത് തന്നെ ഇതിനകത്ത് തനിക്ക് കണ്ണിന് കാഴ്ച കുറഞ്ഞു വരികയാണ്, ശാരീരികമായി ഒട്ടേറെ ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്നുള്ള തരത്തിൽ ഒരു പെറ്റീഷൻ പ്രതിഭാഗത്ത് നിന്ന് അനുശാന്തിക്ക് വേണ്ടി അഡ്വക്കേറ്റ് ഫയൽ ചെയ്തിരുന്നു. ഇതിൻ്റെ കൂടെ ഒരു പരിഗണനയിൽ ശാരീരിക ബുദ്ധിമുട്ടുകളുടെ കണക്കിലെടുത്തുകൊണ്ടാണ് തടവ് ശിക്ഷയ്ക്ക്, ജീവപര്യന്തം തടവ് ശിക്ഷയ്ക്ക് വിധിക്കുന്നതെന്നാണ് ജഡ്ജി പറഞ്ഞത്. ഇരട്ട ജീവപര്യന്തമാണ് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് ചില വകുപ്പുകൾ പ്രകാരം, മോഷണശ്രമം, അതുപോലെ IT ആക്ട് എല്ലാ വകുപ്പുകൾ പ്രകാരവും ഇതിനു പുറമെ 17 വർഷം കൂടെ ശിക്ഷ അനുഭവിക്കേണ്ടതായി വരുന്നു. അങ്ങനെ ജീവപര്യന്തം, ഇരട്ട ജീവപര്യന്തവും 17 വർഷം ശിക്ഷ ഒരുമിച്ച് അനുഭവിച്ചാൽ മതി. അതോടൊപ്പം തന്നെ നഷ്ടപരിഹാരം, പിഴ ഈടാക്കാൻ 63 ലക്ഷം രൂപ തന്നെ ഈ അനുശാന്തിയിൽ നിന്നും പിഴ ഈടാക്കാനായി കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. വളരെ നിർണായകമായിട്ടുള്ള ഈ കേസിന്റെ അന്വേഷണത്തിന് ചുക്കാൻ പിടിച്ച ഉദ്യോഗസ്ഥരെ കോടതി അഭിനന്ദിക്കുകയും പ്രോസിക്യൂഷനെ അഭിനന്ദിക്കുകയും ചെയ്യുന്ന തരത്തിലേക്ക് അന്വേഷണ ഉദ്യോഗസ്ഥർ കൃത്യമായ രീതിയിൽ തന്നെ അന്വേഷണം നടത്തി എന്നുള്ളത് കോടതി പരാമർശിക്കുകയും ചെയ്തു. ഇനി ഇവരെ മെഡിക്കൽ പരിശോധനയുണ്ട്. മെഡിക്കൽ പരിശോധനയ്ക്ക് ശേഷമായിരിക്കും ഇരുവരെ വിവിധ ജയിലുകളിലേക്ക് കൊണ്ടുപോകുന്നത്. വലിയൊരു ജനക്കൂട്ടം കോടതിയിൽ ഈ വിധി പ്രസ്താവം കേൾക്കാൻ അഭിഭാഷകരുടെ ഒരു വലിയ കൂട്ടമുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ജനങ്ങളുടെ ഒരു വലിയ കൂട്ടത്തിലായിരുന്നു ഈ വിധി പ്രസ്താവം നടത്തിയത്. കോടതി വിധി പ്രസ്താവിക്കുമ്പോഴും നിർവികാരമായ മനസ്സോടുകൂടി തന്നെയാണ്, നിർവികാരമായി തന്നെയാണ് ഇരുവരും വിധി ശ്രവിച്ചത് എന്നുള്ളതും ഈ ക്രൂരത അവരുടെ മനസ്സിൽ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ള തരത്തിലേക്ക് അഭിഭാഷകരുടെ തന്നെ ചില പരാമർശങ്ങൾ അവിടെ ഉണ്ടാവുകയും ചെയ്തു. ഏതായാലും മനുഷ്യ മനസാക്ഷിയെ തന്നെ ഞെട്ടിച്ച കൊലപാതകത്തിന്റെ ശിക്ഷാവിധിയാണ് ഇപ്പോൾ കോടതി നടത്തിയിരിക്കുന്നത്. അരുൺ, സുനിൽ അരുമാനൂരാണ് വിവരങ്ങൾ നൽകിയത് ന്യൂസ് റൂമിൽ നിന്ന്. കോടതി വിധിയിൽ സംതൃപ്തി ഉണ്ട് എന്ന് അനുശാന്തിയുടെ ഭർത്താവ് ലിജേഷ് പ്രതികരിച്ചു. സത്യസന്ധമായ അന്വേഷണം നടത്തിയ പോലീസിനും പ്രോസിക്യൂഷനോടും നന്ദിയുണ്ടെന്നും ലിജേഷ് കോടതിക്ക് പുറത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. ഈ വിജയത്തിന് പുറകിൽ പ്രവർത്തിച്ച ആറ്റിങ്ങൽ DSP ആയിരുന്ന പ്രതാപൻ സാർ, സത്യസന്ധമായ അന്വേഷണം നടത്തിയ CI അനിൽകുമാർ സാർ, ഈ വിജയം പൂർത്തീകരിച്ച പ്രോസിക്യൂട്ടർ ശ്രീ വിനീഷ് കുമാർ സാർ, ഇവരോട് എനിക്കും എൻ്റെ കുടുംബത്തിനും തീർത്താൽ തീരാത്ത കടപ്പാടുണ്ട്. അതുപോലെ ഈ കേസിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ ഞങ്ങളോട് സഹകരിച്ച, ഒരുപാട് സഹായങ്ങൾ ചെയ്തു തന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി സാറ്, ആറ്റിങ്ങൽ MLA വി സത്യൻ, അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങൾ, ആറ്റിങ്ങൽ പോലീസ് സ്റ്റേഷനിലെ വിവിധ പോലീസ് ഉദ്യോഗസ്ഥർ, ഇവരോടെല്ലാം എനിക്കും എൻ്റെ കുടുംബത്തിനുള്ള നന്ദി അറിയിക്കുകയാണ്. ഒപ്പം നിങ്ങളുടെ മാധ്യമ സുഹൃത്തുക്കൾക്കും സ്നേഹവും എല്ലാ പിന്തുണയും നിന്ന് കൂടെ ഉണ്ടായിരുന്ന ഒരുപാട് സുഹൃത്തുക്കൾ, എൻ്റെ മേലുദ്യോഗസ്ഥർ, കീഴുദ്യോഗസ്ഥർ, അവർക്കെല്ലാം ഞാൻ
എൻ്റെ നന്ദി രേഖപ്പെടുത്തുകയാണ്. പ്രതികൾക്കെതിരെ പ്രോസിക്യൂഷൻ ആരോപിച്ച എല്ലാ കുറ്റങ്ങളും ശരിവെച്ചാണ് ശിക്ഷാവിധിയെന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ പ്രതികരിച്ചു. ആരോപിക്കപ്പെട്ട എല്ലാ കുറ്റങ്ങൾക്കും കോടതി ശിക്ഷ വിധിച്ചിട്ടുണ്ടെന്നും പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് വിനീത് കുമാർ പറഞ്ഞു. ഒന്നാം പ്രതിക്ക് അദ്ദേഹത്തിന് മരണം വരെ തൂക്കിക്കൊല്ലാനാണ് ഒന്നാം പ്രതിയെ കോടതി വിധിച്ചിരിക്കുന്നത്, ശിക്ഷ വിധിച്ചിരിക്കുന്നത്. അതുപോലെ രണ്ടാം പ്രതിയെ സംബന്ധിച്ചിടത്തോളം ജീവപര്യന്തം തടവും, പിന്നെ 50 ലക്ഷം രൂപ വീതം ഫൈനും കോടതി വിധിച്ചിട്ടുണ്ട്. അതിൽ സ്വാസ്തികയുടെ അച്ഛൻ ലിജീഷ് ഒന്നാം സാക്ഷി ആയിട്ട് കോടതിയിൽ വിസ്തരിച്ച അദ്ദേഹത്തിന് 50 ലക്ഷം രൂപയും ഒന്നാം പ്രതിയിൽ നിന്ന് ഈടാക്കി കൊടുക്കുന്നതിനും 30 ലക്ഷം രൂപ തങ്കപ്പൻ ചെട്ടിയാർ, അതായത് ലിജീഷിന്റെ അച്ഛൻ ഓമനയുടെ ഭർത്താവിന് രണ്ടാം പ്രതിയിൽ നിന്ന് ഈടാക്കി നൽകുവാനും കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഇന്നലെ കോടതി കുറ്റക്കാരാണ് എന്ന് ശിക്ഷ വിധിച്ച എല്ലാ വകുപ്പുകളിന്മേലും ശിക്ഷയും തടവ് ശിക്ഷയും ഫൈനും എല്ലാത്തിനും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ക്രിമിനൽ കോൺസ്പിറസി ഗൂഢാലോചനയ്ക്ക് ജീവപര്യന്തം തടവും ഫൈനും ശിക്ഷ വിധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ രണ്ടാം പ്രതിയെ സംബന്ധിച്ചിടത്തോളം 302 കൊലപാതകത്തിന് ജീവപര്യന്തം തടവും പിന്നെ നേരത്തെ പറഞ്ഞ 50 ലക്ഷം രൂപ പിഴ ശിക്ഷയും വിധിച്ചിട്ടുണ്ട്. ആറ്റിങ്ങൽ ഇരട്ട കൊലപാതകം നടന്ന് 2 വർഷവും 2 ദിവസവും പിന്നിട്ട വേളയിലാണ് പ്രതികൾക്ക് കോടതി ശിക്ഷ വിധിച്ചത്. മോഷണ ശ്രമത്തിനിടെ നടന്ന കൊലപാതകമെന്ന് ആദ്യം തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നുവെങ്കിലും പഴുതടച്ച അന്വേഷണത്തിലൂടെ പ്രതികളെ അന്ന് തന്നെ പിടികൂടാൻ കഴിഞ്ഞത് നേട്ടമായി. ആറ്റിങ്ങൽ ഇരട്ട കൊലപാതകത്തിന്റെ നാൾവഴിയിലേക്ക്. അമ്മുമ്മയെയും ചെറുമകളെയും മോഷ്ടാക്കൾ പട്ടാപ്പകൽ വെട്ടിക്കൊലപ്പെടുത്തി. 2014 ഏപ്രിലിൽ നാടിന് നടുക്കിയ ഇരട്ടക്കൊലപാതക വാർത്ത ചാനലുകളിൽ ബ്രേക്കിംഗ് ന്യൂസായി ആദ്യം പ്രത്യക്ഷപ്പെട്ടപ്പോൾ തലക്കെട്ട് ഇങ്ങനെയായിരുന്നു. എന്നാൽ വധശ്രമത്തിൽ നിന്നും കഷ്ടിച്ച് രക്ഷപ്പെട്ട ലിജീഷ് പോലീസിന് കൊലപാതകയെപ്പറ്റി മൊഴി നൽകിയതോടെ ഇരട്ട കൊലപാതകത്തിന്റെ ചുരുളഴിഞ്ഞു. പാസ്പോർട്ടുമായി വിദേശത്തേക്ക് കടക്കാനുള്ള ശ്രമത്തിനിടെ സ്വന്തം ഫ്ളാറ്റിന് താഴെ നിന്ന് പോലീസ് കൊലപാതകയായ നിനോ മാത്യുവിനെ പിടികൂടി. കൊലപാതകത്തിന് എല്ലാ ഒത്താശയും ചെയ്ത അനുശാന്തിയും അന്ന് തന്നെ അറസ്റ്റിലായതോടെ അന്വേഷണത്തിന്റെ ആദ്യ കടമ്പ കഴിഞ്ഞു. 83 ദിവസം നീണ്ടുനിന്ന അന്വേഷണത്തിനു ശേഷം 2014 ജൂലൈ 11 അന്വേഷണ ഉദ്യോഗസ്ഥൻ എം അനിൽകുമാർ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു. 2015 ഒക്ടോബർ 12 കേസിന്റെ വിചാരണ ആരംഭിച്ചു. ഇതിനിടയിൽ അനുശാന്തിക്ക് ഹൈക്കോടതി ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ജാമ്യം അനുവദിച്ചു. 6 മാസത്തെ വിചാരണയ്ക്കിടെ 83 രേഖകളും 47 തൊണ്ടുമുതലുകളും 49 സാക്ഷികളെയും പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കി. അനുശാന്തിയും നിനോ മാത്യുവും തമ്മിലുള്ള വഴിവിട്ട ദൃശ്യങ്ങളും കൊലപാതകത്തിനു ശേഷം രക്ഷപ്പെടാനായി വാട്സപ്പ് വഴി അയച്ചുകൊടുത്ത വഴിയുടെ ദൃശ്യങ്ങളും കേസിലെ മുഖ്യ തെളിവായി പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കി. ഇതുവഴി ഇരുവരും തമ്മിലുള്ള ഗാഢബന്ധവും കൊല ആസൂത്രണം ചെയ്തതിലെ പങ്കും സംശയാതീതമായി തെളിയിക്കാനായി. നാടിന് നടുക്കിയ ആറ്റിങ്ങൽ കൊലപാതകത്തിന് 2 വർഷം തികയുന്ന അതേ വേളയിലാണ് പ്രതികൾക്കുള്ള ശിക്ഷയും കോടതി വിധിച്ചിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. അവിഹിത ബന്ധത്തിൽ തുടങ്ങി അരും കൊലയിൽ അവസാനിച്ച ആറ്റിങ്ങൽ കൊലപാതകം സമൂഹത്തിൽ നിരവധി ചോദ്യങ്ങളാണ് ഉയർത്തുന്നത്. കുടുംബ ബന്ധങ്ങളുടെ പൊള്ളത്തരത്തിനൊപ്പം മാതൃത്വം എന്ന പദം തന്നെ വിചാരണ ചെയ്യുന്നതിനും ഇരട്ട കൊലപാതകം നിമിത്തമായി. ഉറ്റവരെ നഷ്ടമായതിന്റെ തീരാവേദനയിൽ ജീവിക്കുന്ന ലിജീഷും തങ്കപ്പൻ ചെട്ടിയാരും കൊലപാതകത്തിന്റെ ആഘാതത്തിൽ നിന്ന് ഇനിയും മോചിതരായിട്ടില്ല. തുഷാരമെന്ന മലയാള വാക്കിന് മഞ്ഞുതുള്ളി എന്നാണ് അർത്ഥം. ഒരു മഞ്ഞുതുള്ളിയുടെ എല്ലാ വിശുദ്ധിയും നൈർമല്യവും ഉണ്ടായിരുന്നു പണ്ട് ഈ വീടിന്. മുന്നിലെ ഗേറ്റിൽ കൊത്തിവെച്ചിരിക്കുന്ന തുഷാരമെന്ന വീട്ടുപേര് ഇന്ന് വഴിയാത്രക്കാരെ നോക്കി പല്ലിളിക്കുന്നു. സ്വസ്തികയുടെ കളിയും ചിരിയുമെല്ലാം മുഴങ്ങിയിരുന്ന ഈ വീട്ടിൽ ശബ്ദം ഇന്നൊരു അനാവശ്യ വസ്തുവാണ്. ആരും ഇവിടേക്ക് വരാനില്ലെങ്കിലും ഹതഭാഗ്യനായ ലിജീഷും അച്ഛൻ തങ്കപ്പൻ ചെട്ടിയാരും വഴിക്കണ്ണുമായി ആരെയൊക്കെയോ കാത്തിരിക്കുന്നു. വിരക്തി കൊണ്ടോ ആരെയും അഭിമുഖീകരിക്കാനുള്ള ശക്തിയില്ലാത്തതുകൊണ്ടോ ഇരുവരും ഞങ്ങളുടെ ക്യാമറയെ അഭിമുഖീകരിക്കാൻ തയ്യാറായില്ല. അല്ലെങ്കിൽ തന്നെ നഷ്ടങ്ങളുടെ കണക്ക് പുസ്തകമായി ജീവിക്കുന്നവർ ഞങ്ങളോട് എന്തു പറയാൻ? വല്ലാതെ നിർബന്ധിച്ചപ്പോൾ അയലത്ത് വീട്ടിലെ പ്രായം ചെന്നൊരാൾ മാത്രം ഞങ്ങളോട് അല്പം സംസാരിച്ചു. എൻ്റെ അനുജൻ്റെ മകൻ്റെ കല്യാണം ആ ദിവസം നമ്മൾ പോയിട്ട് വരുമ്പോഴത്തേക്കാണ് ഈ വിവരം അറിയുന്നത്. ഫോൺ ചെയ്ത് നമ്മൾ വരുമ്പോൾ കാറിൽ എൻ്റെ ഫോണിൽ വിളിച്ചാണ് പറയുന്നത് ഇങ്ങനൊരു സംഭവം. അയലൊക്കെ എന്നുള്ളത് ഈ അനുശാന്തി അതിന് എൻ്റെ ഭാര്യ പോലും സംസാരിച്ചിട്ടില്ല. രാവിലെ പോകുമ്പോൾ രാത്രി ചിലപ്പോഴൊക്കെ വരുന്നതേ കാണാൻ നോക്കും. നമ്മൾ പിന്നെ സന്ധ്യ കഴിഞ്ഞ് നമ്മളെ ജോലി നോക്കി അകത്തിരിക്കുകയല്ലേ ഉള്ളൂ. ശിക്ഷ ജഡ്ജി വിധിക്കണ ശിക്ഷ കുറഞ്ഞു പോകുമെന്നാണ് എൻ്റെ അഭിപ്രായം. അത്ര ക്രൂരമായിട്ടുള്ള സംഭവമല്ലേ ഇത്. എത്ര ശിക്ഷയായാലും കുറഞ്ഞു പോകില്ല.
അതല്ലേ അങ്ങനത്തെ കാര്യമല്ല ചെയ്തിരിക്കുന്നത്. ഒരുമിച്ച് ജീവിക്കണമെന്നുണ്ടായിരുന്നെങ്കിൽ നിയമപരമായും അല്ലാതെയും നിരവധി വഴികൾ മുന്നിലുണ്ടായിട്ടും അരുംകൊലയുടെ വഴി തന്നെ എന്തിന് അനുശാന്തിയും നിനോ മാത്യുവും തിരഞ്ഞെടുത്തു എന്നത് ഇന്നും ഉത്തരമില്ലാത്ത ചോദ്യമായി അവശേഷിക്കുന്നു. ആറ്റിങ്ങലിൽ കളങ്കപ്പെട്ടത് തുഷാരമെന്ന സ്വർഗം മാത്രമല്ല, മാതൃത്വം എന്ന വിശുദ്ധ പദത്തിന്റെ സാങ്കത്യവും ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നു. നിനോ മാത്യുവും അനുശാന്തിയും ചേർന്ന് ഇല്ലാതാക്കിയത് 4 ജീവിതങ്ങളെയാണ്. 2 പേരെ നിനോ മാത്യുവിൻ്റെ കൊലക്കത്തി തട്ടിയെടുത്തപ്പോൾ ലിനീഷിനെയും അച്ഛൻ തങ്കപ്പൻ ചെട്ടിയാരെയും ജീവച്ഛവങ്ങളാക്കി ഈ വീട്ടിൽ ബാക്കി വെച്ചു. അരുംകൊല നടന്ന തുഷാരമെന്ന വീടിന് മുന്നിൽ നിന്നും ക്യാമറമാൻ അജിത്തിനൊപ്പം എസ് ജീവൻകുമാർ, ആറ്റിങ്ങൽ. പരവൂർ വെടിക്കെട്ട് അപകടം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്രത്തിന് കത്ത് നൽകുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. 117 കോടി രൂപ കേന്ദ്ര സഹായം തേടുമെന്നും കൃത്യമായി കണക്കുകൾ നൽകാൻ ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെടുമെന്നും മുഖ്യമന്ത്രി കണ്ണൂരിൽ പറഞ്ഞു. സാമ്പത്തിക സഹായം ഉൾപ്പെടെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ച് നടപടി വേണം എന്നാവശ്യപ്പെടുന്നത്. അത് സംബന്ധിച്ച് എൻ്റെ കത്ത് ഇന്ന് റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി നേരിട്ട് ഡൽഹിയിൽ പോയി കൊടുക്കുന്നതായിരിക്കും. പ്രധാനമന്ത്രിയുടെയും മറ്റ് VIP-മാരുടെയും സന്ദർശനം സംബന്ധിച്ച് ചില വാർത്തകൾ പത്രത്തിൽ വന്നിട്ടുണ്ട്. അത് ഈ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ചൂണ്ടിക്കാണിച്ച പ്രശ്നങ്ങളെ വളച്ചൊടിച്ചാണ് ആ പ്രശ്നം വന്നിരിക്കുന്നത്. ദേശീയ നേതാക്കൾ വന്നതിനെ സംസ്ഥാന ഗവൺമെന്റ് സ്വാഗതം ചെയ്യുകയാണ്. പരവൂർ വെടിക്കെട്ട് അപകടത്തിൽ 3 തൊഴിലാളികൾ കൂടി അറസ്റ്റിലായി. സജി, അജി, സൈജു എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇതോടെ അറസ്റ്റിലായവരുടെ എണ്ണം 21 അതേസമയം അന്വേഷണ സംഘം ചാത്തന്നൂർ CIയുടെയും SIയുടെയും മൊഴി രേഖപ്പെടുത്തി. രാജ്കുമാർ ചേരുന്നു. രാജ്കുമാർ, വിവരങ്ങൾ. ഇതോടെ അറസ്റ്റിലാവുന്നവരുടെ എണ്ണം 21 ഉയർന്നിട്ടുണ്ട്. ഇനിയും പിടികിട്ടാനുള്ളത് അമ്പല കമ്മിറ്റി ഭാരവാഹികൾ, അതുപോലെ പ്രധാന കരാറുകാരനായിട്ടുള്ള കൃഷ്ണൻകുട്ടിയും ഭാര്യ അനാർക്കലിയുമാണ്. ഇവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. ഇന്നലെ കൊച്ചിയിൽ നിന്ന് ഇവർ തലനാരിഴയ്ക്കാണ് പോലീസിന്റെ വലയം ഭേദിച്ച് രക്ഷപ്പെട്ടത്. ഇവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഇപ്പോഴും കൊച്ചി മേഖല കേന്ദ്രീകരിച്ച് പോലീസ് ഊർജിതമാക്കി. മുൻകൂർ ജാമ്യത്തിനായി ഇവർ കോടതിയെ സമീപിച്ചിരുന്നു. ഇതിൽ നോട്ടിൽ ഉൾപ്പെടെ തങ്ങൾ പോലീസിന് ഇതുവരെ പിടികൊടുത്തിട്ടില്ല, ഒളിവിലാണെന്ന് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതേസമയം സ്ഥലം SI, പരവൂർ SI, സംഭവം നടക്കുമ്പോൾ ദുരന്തം നടക്കുമ്പോൾ സ്ഥലത്തുണ്ടായിരുന്ന SI ജസ്റ്റിൻ ജോൺ, അതുപോലെ തന്നെ CI ചന്ദ്രകുമാർ, ഇവരെ 2 പേരുടെയും മൊഴി പോലീസ് ഇന്നലെ ക്രൈംബ്രാഞ്ച് സംഘം ഇന്നലെ രേഖപ്പെടുത്തി. അവര് ഈ ദുരന്തം നടക്കുന്നതിന് തൊട്ടു മുമ്പ് 3 തവണ ഇത് ജസ്റ്റിൻ ജോണും അതുപോലെ തന്നെ 1 തവണ പരവൂർ CIയും വിളിച്ച് ഈ ദുരന്തത്തിന് കാരണമാകുമെന്നുള്ള ഒരു ഭയത്തിന്റെ അടിസ്ഥാനത്തിൽ ഇത് നിർത്തിവെക്കണം, ഇതിൽ അപാകതയുണ്ട്, അപകടം വരുത്തുന്ന തരത്തിലേക്ക് ഇതിന്റെ വെടിക്കെട്ട് മാറുന്നു, ഇത് അനുവദിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞതായാണ് അവർ മൊഴി നൽകിയിട്ടുള്ളത്. ഇക്കാര്യം സ്ഥിരീകരിക്കുന്ന മൊഴി അമ്പല കമ്മിറ്റി ഭാരവാഹികളും നൽകിയിട്ടുണ്ട്. അതേസമയം ജില്ലാ കളക്ടർ അമ്പല കമ്മിറ്റി ഭാരവാഹികളുമായി ഒത്തുകളിക്കുകയാണെന്നുള്ള ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ അമ്പല കമ്മിറ്റി ഭാരവാഹികളും അങ്ങനെ ഒരു മൊഴി നൽകിയ പശ്ചാത്തലത്തിൽ അമ്പല കമ്മിറ്റി ഭാരവാഹികൾ 9-ാം തീയതിയോ 8-ാം തീയതിയും ജില്ലാ കളക്ടറെ കളക്ടറേറ്റിലെത്തി സന്ദർശിച്ചതിന്റെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കാനായി ആ ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ട് ക്രൈംബ്രാഞ്ച് സംഘം ജില്ലാ കളക്ടർക്ക് അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. രാജ്കുമാർ വിവരങ്ങൾ നൽകിയത്. ഉത്തരാഖണ്ഡിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയതിനെതിരെ നൽകിയ പൊതു താൽപര്യ ഹർജി സുപ്രീം കോടതി തള്ളി. അഭിഭാഷകനായ ML ശർമ്മ നൽകിയ ഹർജിയാണ് തള്ളിയത്. തൃശൂർ പൂരത്തിന് ആവേശം പകർന്ന് വെടിക്കെട്ട് നടന്നു. കർശന സുരക്ഷാ സജ്ജീകരണങ്ങളോടെ പുലർച്ചെ നടന്ന വെടിക്കെട്ട് കാണാൻ 10,000-ങ്ങളാണ് നഗരത്തിലെത്തിയത്. ശബ്ദഗാംഭീര്യം കുറച്ച് വാനിൽ വർണ്ണവിസ്മയം തീർക്കുന്നതായിരുന്നു തിരുവമ്പാടി, പാറമേൽക്കാവ് വിഭാഗങ്ങളുടെ കരിമരുന്ന് പ്രയോഗം. മേളപ്പെരുക്കത്തിനും കുടമാറ്റത്തിനും ശേഷം പുലർച്ചെ നടന്ന വെടിക്കെട്ടും പൂരപ്രേമികളെ നിരാശരാക്കിയില്ല. പുലർച്ചെ 3:30 മണിക്ക് പാറമേക്കാവാണ് ആദ്യം തിരികൊളുത്തിയത്. വൻ സുരക്ഷാ സജ്ജീകരണങ്ങളോടെ നടന്ന വെടിക്കെട്ടിൽ ശബ്ദഗാംഭീര്യം കുറച്ച് വർണ്ണവിസ്മയം തീർക്കാൻ ഇരുവിഭാഗങ്ങളും മത്സരിച്ചു. സാമ്പിൾ വെടിക്കെട്ട് കണ്ടതിന്റെ 10 മടങ്ങ് ആവേശത്തിലായിരുന്നു പൂരപ്രേമികൾ. നാടൻ അമിട്ടുകളുടെ പുനരാവിഷ്കരണമായിരുന്നു പാറമേക്കാവിന്റേത്. സ്പെഷ്യൽ ഐറ്റങ്ങൾ പുറത്തെടുക്കുന്നതിലും ഇരുവിഭാഗങ്ങൾ മത്സരിച്ചു. മത്സരം കൊഴുത്തപ്പോൾ നിറക്കൂട്ടുകൾക്കൊപ്പം കൗതുകമുണർത്തുന്ന ദൃശ്യവിരുന്നാണ് തേക്കിൻകാടിന്റെ ആകാശത്ത് വിരിഞ്ഞത്.
ഇന്ന് നടക്കുന്ന പകൽപൂരത്തിന് ശേഷം തിരുവമ്പാടി പാറമേക്കാവ് ഭഗവതികൾ ഉപചാരം ചൊല്ലി പിരിയുന്നതോടെ പൂരത്തിന് സമാപനമാകും. ക്യാമറമാൻ പി സലീമിനൊപ്പം CG ദിൽജിത്ത്. RSSും മുസ്ലിം ലീഗും ഒരേ നാണയത്തിന്റെ ഇരുവശങ്ങളാണെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവും MP-യുമായ മൊഹസിന കിദ്വായി. സ്വാതന്ത്ര്യ സമര സമയത്ത് മതത്തിന്റെ പേരിൽ രാജ്യത്തെ വിഭജിക്കാനാണ് ജിന്നയുടെ ലീഗ് ശ്രമിച്ചതെങ്കിൽ ഇപ്പോൾ RSS ജാതിയുടെയും മതത്തിന്റെയും പേരിൽ ഭിന്നിപ്പുണ്ടാക്കാനാണ് ശ്രമിക്കുന്നത് എന്ന് മൊഹസിന കിദ്വായി പറഞ്ഞു. അംബേദ്കർ ജയന്തിയോടനുബന്ധിച്ച് ലക്നൌവിൽ നടന്ന പരിപാടിയിലാണ് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗത്തിന്റെ വിമർശനം. RSSും BJPയും രാജ്യത്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന വർഗീയ അജണ്ടകളെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം മൊഹസിന കിദ്വായി മുസ്ലിം ലീഗിന്റെയും RSSന്റെയും പ്രവർത്തനങ്ങളെ താരതമ്യം ചെയ്തത്. സ്വാതന്ത്ര്യ സമരകാലത്ത് രാജ്യത്തെ വിഭജിക്കുന്നതിലായിരുന്നു മുഹമ്മദ് അലി ജിന്ന നേതൃത്വം നൽകിയ മുസ്ലിം ലീഗ് ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. ഇപ്പോഴാകട്ടെ RSS ചെയ്യുന്നതും ഇതേ കാര്യം തന്നെ. RSS ജാതിയുടെയും മതത്തിന്റെയും പേരിൽ രാജ്യത്ത് ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്നു. മുസ്ലിം ലീഗും RSSും ഒരേ നാണയത്തിന്റെ ഇരുവശങ്ങളാണെന്ന് മൊഹസിന കിദ്വായി പറഞ്ഞു. സ്വാതന്ത്ര്യ സമരത്തിൽ ഒരു പങ്കും വഹിക്കാത്ത RSS ഇപ്പോൾ സ്വാതന്ത്ര്യ സമരത്തിന്റെ പൈതൃകം തട്ടിയെടുക്കാൻ ശ്രമിക്കുകയാണ്. ഇതിന്റെ ഭാഗമായാണ് സർദാർ വല്ലഭായ് പട്ടേൽ, അംബേദ്കർ തുടങ്ങിയവരെ സ്വന്തം നേതാക്കളായി ഇവർ ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നതെന്ന് മൊഹസിന കിദ്വായി കുറ്റപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, ദില്ലി. 10 വർഷത്തിന് ശേഷം BJP ഓഫീസിൽ തിരിച്ചെത്തിയ PP മുകുന്ദൻ അപമാനിതനായി മടങ്ങി. സംസ്ഥാന കമ്മിറ്റി ഓഫീസിലെത്തിയ മുകുന്ദനെ സ്വീകരിക്കാൻ സംസ്ഥാന നേതാക്കൾ ആരും ഉണ്ടായിരുന്നില്ല. അവസരവാദ രാഷ്ട്രീയമല്ല, ആദർശത്തിന് പ്രാധാന്യം നൽകിയതുകൊണ്ടാണ് 10 വർഷമായി താൻ മറ്റൊരു പ്രസ്ഥാനത്തിന്റെയും ഭാഗമാകാതിരുന്നത് എന്ന് മുകുന്ദൻ പറഞ്ഞു. കോൺഗ്രസ് ലീഗ് BJP ബന്ധത്തിന്റെ ആരോപണത്തെ തുടർന്നാണ് 2006-ൽ PP മുകുന്ദൻ BJPയിൽ നിന്നും പുറത്തായത്. കുമ്മനം രാജശേഖരൻ സംസ്ഥാന അധ്യക്ഷനായതോടെയാണ് മുകുന്ദന് തിരിച്ചുവരവിന് കളമൊരുങ്ങിയത്. എന്നാൽ 10 വർഷത്തിനു ശേഷം BJP സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ തിരിച്ചെത്തിയ PP മുകുന്ദൻ അപമാനിതനായാണ് മടങ്ങിയത്. സംസ്ഥാന നേതാക്കൾ ആരും തന്നെ അദ്ദേഹത്തെ സ്വീകരിക്കാൻ മാരാർജി ഭവനിൽ ഉണ്ടായിരുന്നില്ല. ഓഫീസ് സെക്രട്ടറിയോടുൾപ്പെടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ നിന്നും വിട്ടുനിൽക്കാൻ സംസ്ഥാന നേതൃത്വം പറഞ്ഞതായാണ് സൂചന. അതേസമയം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ തിരക്കിനായതിനാലാണ് ഓഫീസിലെത്തിക്കാൻ സാധിക്കാത്തതെന്നാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ വിശദീകരണം. സ്വന്തം കുടുംബത്തിലേക്ക് മടങ്ങിവരുമ്പോൾ ആരും സ്വീകരിക്കേണ്ടതില്ല എന്നായിരുന്നു ഇതിൽ PP മുകുന്ദന്റെ മറുപടി. അവസരവാദ രാഷ്ട്രീയത്തിനുപരിയായി ആദർശത്തിന് പ്രാധാന്യം നൽകിയതുകൊണ്ടാണ് 10 വർഷമായി മറ്റൊരു പ്രസ്ഥാനത്തിന്റെയും ഭാഗമാകാതിരുന്നതെന്നും മുകുന്ദൻ പ്രതികരിച്ചു. അതേസമയം PP മുകുന്ദൻ പാർട്ടിയിൽ തിരിച്ചെത്തിയതിൽ ഭൂരിഭാഗം സംസ്ഥാന നേതാക്കൾക്കും അതൃപ്തിയുണ്ട്. കോലിബി സഖ്യത്തിലൂടെ മുകുന്ദൻ BJPക്കുണ്ടാക്കിയത് തീരാകളങ്കമെന്ന അഭിപ്രായമാണ് ഇവർക്കുള്ളത്. അതുകൊണ്ട് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ BJPയിലേക്ക് മുകുന്ദന്റെ തിരിച്ചുവരവ് ദോഷം ചെയ്യുമെന്നുള്ളതാണ് ഇവരുടെ നിലപാട്. ഏതായാലും സംസ്ഥാന അധ്യക്ഷൻ അറിയിച്ചതിനുശേഷം മാത്രമേ പ്രവർത്തനങ്ങളുമായി രംഗത്തിറങ്ങൂവെന്ന് വ്യക്തമാക്കിയാണ് PP മുകുന്ദൻ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ നിന്നും മടങ്ങിയത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. അഴിമതി ആരോപണ വിധേയായ ബ്രസീൽ പ്രസിഡന്റ് ദിൽമ റൂസഫിന് തിരിച്ചടി. ആരോപണത്തിന്റെ പേരിൽ കുറ്റവിചാരണ ചെയ്യാനുള്ള ഇംപീച്ച്മെന്റ് പ്രമേയം പാർലമെന്റിന്റെ അധോസഭ പാസാക്കി. ഇതോടെ ഫെഡറൽ സെനറ്റിൽ നേരിയ ഭൂരിപക്ഷത്തോടെയെങ്കിലും പ്രമേയം പാസായാൽ ദിൽമയ്ക്ക് പ്രസിഡന്റ് സ്ഥാനത്തുനിന്നും മാറി നിൽക്കേണ്ടി വരും. ബ്രസീൽ പാർലമെന്റിന്റെ അധോസഭയിൽ നടന്ന വോട്ടെടുപ്പിലാണ് 3-2 ഭൂരിപക്ഷത്തോടെ പ്രസിഡന്റ് ദിൽമ റൂസഫിനെതിരായ ഇംപീച്ച്മെന്റ് പ്രമേയം പാസാക്കിയത്. ഞായറാഴ്ച രാത്രി നടന്ന വോട്ടെടുപ്പിൽ 513 പേരിൽ 342 അംഗങ്ങൾ ദിൽമയ്ക്ക് എതിരായി വോട്ട് ചെയ്തു. 2014-ൽ 2ാം വട്ടവും പ്രസിഡന്റായി അധികാരമേറ്റ ദിൽമ ബജറ്റ് നിയമങ്ങൾ ലംഘിച്ച് പണം ചെലവഴിച്ചെന്നാണ് ആരോപണം. തുടർന്ന് അധോസഭയായ ചേംബർ ഓഫ് ഡ്യൂട്ടീസ് നേരത്തെ കുറ്റവിചാരണയ്ക്ക് ശുപാർശ ചെയ്തിരുന്നു. പാർലമെന്റിന്റെ അധോസഭയും കുറ്റവിചാരണ പാസാക്കിയതോടെ ഇനി ഉപരിസഭയായ ഫെഡറൽ സെനറ്റിലേക്ക് അയക്കും. അടുത്ത മാസമാണ് സെനറ്റ് പ്രമേയം പരിഗണിക്കുക. സെനറ്റിൽ നേരിയ ഭൂരിപക്ഷത്തിലെങ്കിലും പ്രമേയം പാസായാൽ ദിൽമയ്ക്ക് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും മാറി നിന്ന് വിചാരണ നേരിടേണ്ടി വരും. വൈസ് പ്രസിഡന്റ് മൈക്കിൾ ടൈമർ ഇതോടെ ആക്ടിംഗ് പ്രസിഡന്റാകും. എന്നാൽ താൻ കുറ്റം ചെയ്തിട്ടില്ലെന്നും തനിക്കെതിരെ വൈസ് പ്രസിഡന്റ് നേതൃത്വത്തിൽ ഗൂഢാലോചന നടക്കുന്നുവെന്നുമാണ് ദിൽമയുടെ നിലപാട്. അതേസമയം തോൽവി സമ്മതിച്ചായി ദിൽമയുടെ വർക്കേഴ്സ് പാർട്ടി വ്യക്തമാക്കി. മുൻപ് 1992-ലും ബ്രസീൽ പാർലമെന്റിൽ സമാനമായ സംഭവം നടന്നിരുന്നു. അന്ന് പ്രസിഡന്റായിരുന്ന ഫെർണാണ്ടോ കോൾ ഡിംലേലോ അഴിമതി ആരോപണത്തെ തുടർന്ന് ഇംപീച്ച്മെന്റ് നേരിട്ടപ്പോൾ സ്വയം രാജിവെക്കുകയായിരുന്നു. ന്യൂസ് ഡെസ്ക്.